നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിമാനായ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത്. ആരാണ് ബുദ്ധിമാൻ? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നാളത്തെ ജീവിതത്തിന് വേണ്ടി, മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇപ്പോഴേ പണിയെടുക്കുന്നയാളാണ് ബുദ്ധിമാൻ. ഇവിടുത്തെ പുതിയ ഡ്രസ് കോഡിന്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പുതിയ വാഹനത്തിന്റെ, ഏതെങ്കിലും പുതുമയുടെ, ആരുടെങ്കിലും വീട് ഹൗസ് വാമിങ്ങിന് നമ്മൾ അനുഭവിച്ചാൽ അതുപോലെ അത് നമ്മുടേതും ആവണമെന്ന് ചിന്തിക്കുന്ന കമ്പാരിസന്റെ ചിന്തകളെല്ലാം മാറ്റണം. എന്നിട്ട് നാളത്തെ ജീവിതത്തിന് വേണ്ടി ഒരു വീട് നമ്മൾ നിർമ്മിക്കണം. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്ത് കൊണ്ട് ആഖിറത്തിലേക്ക് സ്വർഗം നിർമ്മിച്ചത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിർമ്മിച്ചത്. അവരെ കുറിച്ചാണ് ബദർ മൗലിദിൽ നമ്മൾ ചൊല്ലാറില്ലേ, വജാദു ബിഅംബാലിൻ വബാഉ നഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീൻ ഗസ്വതി. അവരുടെ ശരീരം, അവരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം, അവരുടെ സമയം, അവരുടെ എല്ലാം അവർ ആഖിറത്തിന് വേണ്ടി മാറ്റിവെച്ചു. അവർ ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങി. അങ്ങനെ ദുനിയാവ് വിറ്റ് ആഖിറം വാങ്ങാതിരുന്നാൽ അതിന്റെ ദുരന്തവും നമ്മൾ തന്നെ ഇന്നലെ ചൊല്ലിയ ബുർദയിൽ ഇല്ലേ, വമൻ യബിയാജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, മോളെ കെട്ടിക്കേണ്ടത് പണക്കാരന്, എന്റെ മോളെ ഭർത്താവിന് വള്ളേക്കെ പോവാണ് സാലറി, എന്റെ മോൻ ദീനീ പഠനം ഇടക്കാലത്ത് നിർത്തിയാലും കുഴപ്പമില്ല, അത്യാവശ്യം പണം പറിക്കുന്ന ഒരു മരാവണം, പണം കറക്കാൻ പറ്റുന്ന ഒരു പശുവാവണം, ഇങ്ങനെ ദുനിയാവാണ് മക്കളെ കൊണ്ട് സമയം കൊണ്ട് ആലോചിക്കുന്നതെങ്കിൽ യബില്ലഹുൽ ഗബ്നു ഫീ ബൈഇൻ വഫീ സലമി. അവരുടെ ദുന്യവിയായ ജീവിതം നഷ്ടക്കച്ചവടാണ്.